ഹായ്, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പൊ ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈസി ദോശയുടെ റെസിപ്പി ആയിട്ടാണ്. അതായത് പനീർ ദോശ. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള റെസിപ്പിയാണ്. അതായത് പ്രത്യേകിച്ച് അമ്മമാരാണ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിലാണ് ഞാൻ തയ്യാറാക്കി കാണിച്ചിരിക്കുന്നത്. ദോശമാവ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മുടെ മസാല ദോശയ്ക്കൊക്കെ ഉണ്ടാക്കുന്ന ദോശമാവ് തന്നെയാണ് കേട്ടോ. അതേസമയം നിങ്ങൾക്ക് ഇപ്പോൾ സെയിം റെസിപ്പി ഗോതമ്പ് ദോശ വെച്ചിട്ടൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ ഞാൻ നമ്മുടെ സാധാരണ ദോശ വെച്ച് ചെയ്തത് മാത്രം. അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളായി തയ്യാറാക്കിയിരുന്ന കോമ്പോസ് കാണാൻ മറക്കരുത് കേട്ടോ. കോമ്പോന്റെ വീഡിയോസ് കാണാൻ മറക്കരുത്. അപ്പൊ ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് രുചികരമായ പനീർ ദോശ തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് വളരെ എളുപ്പത്തിൽ പനീർ ദോശ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഐറ്റംസ് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാനുണ്ട്. അതേസമയം വഴറ്റാതെയും നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. പ്രശ്നമൊന്നുമില്ല. നമ്മൾ ദോശയിൽ വെച്ചിട്ട് എല്ലാം കൂടി ചെയ്യുമ്പോഴേ ദോശ പെട്ടെന്ന് ഒരുപാട് കരിയണ പോലെ തോന്നുന്നു എനിക്ക്. നമ്മൾ പുറത്ത് അവര് സ്ട്രീറ്റിൽ ചെയ്യുന്ന പോലെയല്ലേ, നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ അതിൻ്റെതായ മാറ്റങ്ങൾ വരുത്തണം. അപ്പോൾ ഈ കടായിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ ബട്ടർ അല്ലെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് ഒരു അര സവാള, ഞാൻ പല കളറിലുള്ള ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഉണ്ടെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ക്യാപ്സിക്കം ആണെങ്കിൽ ഒന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. ഇത് പിള്ളേർക്ക് കൊടുക്കുമ്പോൾ കുറച്ച് കളർഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് കളർ എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ 3 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക. അല്ലാണ്ട് ഒരുപാട് അങ്ങ് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുപാടുള്ള റോ ടേസ്റ്റ് മാറാൻ വേണ്ടി മാത്രം കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇങ്ങനത്തെ വേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ദോശ ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് എല്ലാം ഇട്ടിട്ടൊന്ന് ആക്കിയെടുത്താൽ മതി. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ പച്ചക്കറി വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പനീറും അതുപോലെ തന്നെ ചീസ് മാത്രം ഇട്ടാൽ മതി. പിന്നെ ഞാൻ പറയാൻ പോകുന്ന സോസുകളും കേട്ടോ. ഇത് അല്പം പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുക. അപ്പോൾ പച്ചമുളക് താല്പര്യമില്ലെങ്കിൽ പച്ചമുളക് ഒഴിവാക്കാം കേട്ടോ. ഒരു ബോംബെ സ്റ്റൈലിൽ ചെയ്യുന്ന കാര്യം ഒരു നുള്ള് പാവ് ഭാജി മസാല ഇടുന്നുണ്ട്. അതേസമയം നിങ്ങൾക്ക് പാവ് ഭാജി മസാല നിങ്ങളുടെ അടുത്തില്ലെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. 1/4 ടീസ്പൂൺ മാത്രമേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ മുളക് പൊടി വേറെ ഒന്നും ഇടുന്നില്ല ഞാൻ ഇതിലോട്ട്. അതേപോലെ തന്നെ ഒരു നുള്ള് കസൂരി മെത്തി ചേർക്കുന്നുണ്ട്. അതും ഓപ്ഷനിലാണ് കേട്ടോ. ആ ബോംബെ സ്ട്രീറ്റ് ടേസ്റ്റ് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്. നാടൻ രീതിയിലാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇത്ര മതി. നമ്മൾ ഓഫ് ചെയ്യാണ്. ജസ്റ്റ് ഒന്ന് വാടിയാൽ മാത്രം മതി. പിന്നെ നമ്മൾ റെഡിയാക്കി വെക്കേണ്ടത് കുറച്ച് ചീസാണ്. ചീസ് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം. കുട്ടികൾക്ക് ചീസ് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ചീസ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് ഞാൻ മോസറല്ല ചീസ് ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പനീറും ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബൗളിലോട്ട് കുറച്ച് ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ റെഡ് കളർ ചില്ലി സോസ് ഇല്ലെങ്കിൽ ഗ്രീൻ കളർ ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ഇത് കൂടെ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് ഈ സോസ് താല്പര്യമില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നമ്മൾ അതിന് പകരമായിട്ട് ടൊമാറ്റോ ചട്നി ഉണ്ടാക്കുക. സാധാരണ ചട്നി ഇല്ലേ, നമ്മുടെ ദോശയുടെ കൂടെ കഴിക്കുന്ന ടൊമാറ്റോ ചട്നി റെഡിയാക്കി വെച്ചിട്ട് അത് ദോശയിൽ നിന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിന്നിപ്പോൾ ഈ സോസാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുക. ടൊമാറ്റോ കെച്ചപ്പും അതേപോലെ തന്നെ ചില്ലി സോസും. ഇതാണ് നമുക്ക് ദോശയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ടൊമാറ്റോ ചട്നി. ഇനി നമുക്ക് റെഡിയാക്കാൻ തുടങ്ങും. ദോശ തവ ചൂടാക്കാൻ വേണ്ടി വെക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ ഇതിന്റെ കൂട്ടത്തിൽ കൂടെ നിങ്ങൾക്ക് കുട്ടികൾക്ക് കുറച്ചും കൂടെ വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുക, ഇട്ട് കൊടുക്കുക. അതിലേക്ക് ബീറ്റ്റൂട്ട് അതുപോലെ തന്നെ ക്യാബേജ് ഒക്കെ ഇടാട്ടോ. ഞാൻ ഒരുപാട് അങ്ങ് ഇടണ്ടാന്ന് വെച്ചിട്ടാണ്. ഇതിപ്പോൾ നല്ല കളർഫുൾ ആയിരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് കുറച്ച് മല്ലിയുടെ ഇലയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാൻ ഇതിലേക്ക് ദോശയിലേക്ക് ഇടുന്നുള്ളൂ മല്ലിയുടെ ഇല. നമ്മുടെ തവ ചൂടായെന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം തെളിച്ച് കൊടുത്ത് നോക്കുക. മീഡിയം ചൂടായിരിക്കുന്ന തവയിലോട്ട് നമുക്ക് ദോശമാവ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ സാധാരണ നമ്മൾ ദോശയ്ക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ് തന്നെ എടുക്കുന്നത് കേട്ടോ. ഒന്നാവട്ടെ. അതിനുശേഷം നമുക്കതിലോട്ട് നെയ്യോ ബട്ടറോ നല്ലെണ്ണയോ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടം അതങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ബട്ടറാണ് സ്പ്രെഡ് ചെയ്യുന്നത്. ചൂട് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് തിരിച്ച് വെച്ച് കൊടുക്കാം. നമുക്കിതിലോട്ട് സോസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സോസ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ടൊമാറ്റോ ചട്നി ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് കുറച്ച് വെച്ചാൽ മതി കേട്ടോ. പനീർ ഇട്ട് കൊടുക്കാം. കുറച്ച് പെപ്പർ പൗഡർ, ഇപ്പോൾ ഒരല്പം കൂടെ ആവാം. അതുപോലെ തന്നെ കുറച്ച് മല്ലിയുടെ ഇല തൂക്കി കൊടുക്കുക. വീണ്ടും അതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ ഒന്ന് സോസ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിൻ്റെ മുകളിൽ മൊസറല്ല ചീസ് തൂക്കി കൊടുക്കാം. ഓപ്ഷനിലാണ്. എങ്ങനെയാണ് നിങ്ങൾക്ക് മടക്കാൻ താല്പര്യം അതുപോലെ മടക്കിക്കോളൂ കേട്ടോ. ഇതുപോലെ റോൾ ചെയ്യണമെങ്കിൽ റോൾ ചെയ്യാം, അല്ലെങ്കിൽ സാധാരണ മസാല ദോശ മടക്കുന്ന പോലെ നമുക്ക് മടക്കാം. അപ്പം നമ്മുടെ സ്ട്രീറ്റ് സ്റ്റൈൽ പനീർ ദോശ റെഡി. നമുക്കിത് എടുക്കാം.
ഞാനൊരു ചെറിയ അളവിൽ കാണിച്ചിരുന്നത്. ഇതുപോലെ എത്ര വേണോ നിങ്ങൾക്ക് അതിനനുസരിച്ച് പച്ചക്കറികൾ വഴറ്റുക. അപ്പം ഇത്രയേ ഉള്ളൂ. ഞാനിത് മുറിച്ച് കാണിച്ചു തരാം കേട്ടോ. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഇങ്ങനെ കൊടുക്കാം. സൂപ്പറാണ് കേട്ടോ. ഞാൻ ഫോട്ടോ എടുത്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഫോട്ടോ എല്ലാം എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതേപോലെ മുറിച്ച് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും. പിള്ളേർക്ക് കൊടുക്കുമ്പോൾ അവർക്കൊരു ഇൻട്രസ്റ്റ് തോന്നും. ഞാൻ പറഞ്ഞ പോലെ കുട്ടികൾക്ക് ഇപ്പോൾ പച്ചക്കറികൾ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ പനീറും അതുപോലെ തന്നെ ചീസും മാത്രം മതി. ഒരു വായ കഴിച്ച് നോക്കിയാലോ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. കാരണം അതിൽ ക്രഞ്ചി ആയിട്ടുള്ള സവാളയുണ്ട്, ക്യാപ്സിക്കം ചെറിയ ക്രഞ്ചിനെസ് ഉണ്ട്, അതുപോലെ തന്നെ ചെറിയ പച്ചമുളകിൻ്റെ എരിവുണ്ട്, ആ സോസിൻ്റെ ടേസ്റ്റ് ഉണ്ട്. എല്ലാം കൊണ്ടും സൂപ്പറായിട്ടുണ്ട്. എൻ്റെ ദോശയ്ക്ക് അധികം പുളിയില്ല. അപ്പോൾ അടിപൊളിയുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. ചട്പട ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ സൂപ്പർ ഈസി ആയിട്ടുള്ള പനീർ ദോശ ഉണ്ടാക്കിയതിന് ശേഷം അഭിപ്രായം പറയാനും അതുപോലെ തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്